നമസ്കാരം. എല്ലാ വിദ്യകളും അഭ്യസിച്ചാലും പ്രാവർത്തിക പരിചയമില്ലാതെ അതൊന്നും നേരിട്ട് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ സ്വായത്തമാക്കിയാലും നാം അനുഭവ പരിജ്ഞാനത്തിനു വേണ്ടി മറ്റുള്ള അനുഭവജ്ഞന്മാരുടെ അടുത്തേക്ക്, മുതിർന്നവരുടെയോ വളരെയധികം ജീവിത പരിചയം അനുഭവിച്ചവരെയോ സമീപിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മതത്വം അറിയാതെ എന്ത് വിദ്യ അഭ്യസിച്ചിട്ടും ഫലമില്ല എന്നാണ്. എന്താണ് ബ്രഹ്മതത്വം? ബ്രഹ്മതത്വം എന്നാൽ ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് ലഭിക്കുന്ന ഗുണം, ലഭിക്കുന്ന ജ്ഞാനം. അങ്ങനെയുള്ള ജ്ഞാനം കേവലം വിദ്യ അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് കൈവശം വരുന്നില്ല. ജ്ഞാനികളിലൂടെ, ഈശ്വരൻ്റെ സഗുണരൂപമായ സൽപുരുഷന്മാരുടെ സാമീപ്യത്തിലൂടെ, സൽസംഗത്തിലൂടെ, സംസർഗത്തിലൂടെ ലഭിക്കുന്നത്. സൽസംഗത്തിൻ്റെ അർത്ഥമാണ് ഈശ്വരൻ, ധർമ്മ, അധ്യാത്മം, സാധന ഇവയെക്കുറിച്ചെല്ലാമുള്ള സാത്വികമായ, അതായത് സമാധാനത്തിലൂടെയുള്ള ചർച്ച. കീർത്തനങ്ങൾ, പ്രഭാഷണം, ക്ഷേത്രദർശനം, തീർത്ഥയാത്ര, സൽപുരുഷന്മാർ എഴുതിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുക, സൽപുരുഷന്മാരുടെ സാന്നിധ്യം ലഭിക്കുക, തങ്ങളുടെ ഗുരുവിൻ്റെ അടുക്കൽ പോവുക, ഇവയെല്ലാം തന്നെ സത്സംഗങ്ങളാണ്. സത്സംഗത്തിൽ സാക്ഷാൽ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. നമുക്ക് അറിവ് ആർജിക്കുവാൻ സാധിക്കുന്നു. കർമ്മഫലങ്ങൾക്ക് നിദാനമായ അറിവാണ് നമ്മളിൽ വന്നു ഭവിക്കുന്നത്. അതിൽ നാം നിഷ്ഠയോടുകൂടിയും ഭക്തിഭാവത്തോടെയും പങ്കെടുത്താൽ നമുക്ക് ഈശ്വര തത്വത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. സത്സംഗം ഏതു രീതിയിലുള്ളതാണെങ്കിലും നമുക്ക് അതിൻ്റെ പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കണമെങ്കിൽ അതിന് നമ്മുടെ ആന്തരികമായ ഭാവം വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, ക്ഷേത്രദർശനവും ഒരു തരം സത്സംഗമാണ്. അതുകൊണ്ട് സത്സംഗത്തിൻ്റെ ആധ്യാത്മിക തലത്തിൽ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് നമ്മുടെ മനസ്സിലുള്ള നിഷ്ഠയോടുകൂടിയുള്ള പ്രയത്നവും വളരെ പ്രധാനമാണ്. സത്സംഗത്തിന് തപസ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടെന്നാണ് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത്. ഒരു കഥയുണ്ട്. ഒരിക്കൽ സത്സംഗമാണോ അതോ തപസ്സാണോ ശ്രേഷ്ഠമെന്നതിനെക്കുറിച്ച് വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. വസിഷ്ഠമുനിയുടെ അഭിപ്രായത്തിൽ സത്സംഗമായിരുന്നു ശ്രേഷ്ഠം. എന്നാൽ വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായപ്രകാരം തപസ് ആയിരുന്നു ശ്രേഷ്ഠം. തർക്കപരിഹാരത്തിനായി അവർ ഇരുവരും മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ പോയി. മഹാവിഷ്ണു പറഞ്ഞു, ശേഷനാഗത്തിന് മാത്രമേ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അവർ ഇരുവരും ശേഷനാഗത്തെ സമീപിക്കുകയും ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ശേഷനാഗം പറഞ്ഞു, എൻ്റെ തലയിൽ നിന്നും അല്പസമയത്തേക്ക് ഭൂമിയുടെ ഭാരം മാറ്റി തന്നാൽ ഞാൻ ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി ഉടനെ സങ്കല്പം ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ 1000 വർഷത്തെ തപസ്സിൻ്റെ ഫലം ഞാൻ സമർപ്പിക്കുന്നു. ഭൂമി ശേഷൻ്റെ തലയിൽ നിന്നും കുറച്ച് മുകളിലേക്ക് ഉയരട്ടെ. പക്ഷേ ഭൂമി അല്പം പോലും ശേഷൻ്റെ തലയിൽ നിന്ന് അനങ്ങിയില്ല. അതിനുശേഷം വസിഷ്ഠ മഹർഷിയുടെ ഊഴമായി. അദ്ദേഹം മനസ്സിൽ സങ്കല്പം ചെയ്ത് പറഞ്ഞു, എൻ്റെ അരനാഴിക എന്ന് പറഞ്ഞാൽ 12 മിനിറ്റോളം വരും, സത്സംഗത്തിൻ്റെ ഫലം അർപ്പിക്കുന്നു. ഭൂമി അല്പം മുകളിലോട്ട് ഉയരട്ടെ. ഭൂമി ഉടൻ തന്നെ മുകളിലേക്ക് ഉയർന്നു. ഇതിൽ നിന്നും നമുക്ക് സത്സംഗത്തിൻ്റെ മഹത്വം വ്യക്തമാകുന്നു. ഒന്നുകൂടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും രത്നാകരൻ, വാൽമീകിയായ കഥ അറിയാവുന്നതാണ്. രത്നാകരൻ എന്ന കൊള്ളക്കാരനെ വാൽമീകി മഹർഷി
ആക്കിയത് നാരദ മുനിയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ചു സമയത്തേക്കുള്ള സത്സംഗത്തിലൂടെ. രത്നാകരൻ യാത്രക്കാരെ കൊള്ളയടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യാറുണ്ട്. ഒരിക്കൽ നാരദമുനി അവിടെ എത്തി അവനോട് ചോദിച്ചു, നീ ഇതെല്ലാം ചെയ്യുന്നത് നിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയാണ്. അപ്പോൾ അവരും നിൻ്റെ ഈ പാപകർമ്മത്തിൽ പങ്കാളികളാവുമോ? ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവരും കൂടി ആയിരിക്കുമോ? രത്നാകരന് സംശയമായി. അയാൾ വീട്ടിലെത്തി ഇക്കാര്യം തൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു. ഭാര്യയും മക്കളും വിസമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പാപകർമ്മത്തെക്കുറിച്ച് ബോധവാനായി. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെയാണ്. നാരദമുനിയുടെ ഈ ചോദ്യത്തിലൂടെ രത്നാകരൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റം വന്നു. അദ്ദേഹം 1000 വർഷം തപസ്സിരുന്ന് ഒരു മഹാനായ സമ്പൂജ്യമായ ഋഷിയായി മാറി. രാമായണം രചിക്കപ്പെട്ടു. ഇതാണ് സത്സംഗത്തിൻ്റെ മഹത്വം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ സത്സംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ സമയത്തിൽ നമുക്ക് സ്മരിക്കാം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതായത് സത്സംഗത്തിലൂടെ നിസ്സംഗത്വം അഥവാ വിരക്തി ഉണ്ടാകുന്നു. വിരക്തിയിലൂടെ മായയോടുള്ള മോഹം കുറയുന്നു. മായയോടുള്ള മോഹം ഇല്ലാതാവുമ്പോൾ മനസ്സ് ശാന്തമാവുന്നു. മനസ്സ് ശാന്തമാവുമ്പോൾ ജനന മരണചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു. ഇനി നമുക്ക് സത്സംഗം കൊണ്ടുള്ള ഗുണങ്ങൾ പരിശോധിക്കാം. നല്ല ശീലങ്ങൾ പെട്ടെന്ന് സാധ്യമല്ല, അല്ലേ? അതിന് നിരന്തരം ദൃഢതയോടുകൂടി പ്രയത്നിക്കേണ്ടി വരുന്നു. എന്നാൽ തെറ്റായ ശീലങ്ങൾ പെട്ടെന്നായിരിക്കും വരിക. ഇതിൻ്റെ അനുഭവം നമ്മളിലും ഓരോരുത്തർക്കും ഉണ്ടായി കാണും. സത്സംഗത്തിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവം സാത്വികമാവും. അതിലൂടെ വ്യക്തിയിൽ നിരന്തരത, ദൃഢത, പോസിറ്റീവായി ചിന്തിക്കുക, സ്ഥിരോത്സാഹം, അധ്വാനിക്കുക എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ വർദ്ധിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും നിത്യജീവിതത്തിലും കർമ്മരംഗത്തിലും കർമ്മഫലങ്ങളിലും ഇതിലൂടെ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക. വിവിധ തരത്തിലുള്ള ഗുരുക്കന്മാർ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുമ്പോൾ വിവിധങ്ങളായ അറിവുകളാണ് നാം ആർജിക്കുന്നത്. സത്സംഗം കാരണം ആധ്യാത്മികാനുഭൂതികൾ കൈവരുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ പോസിറ്റീവ് ചിന്താഗതി വർദ്ധിച്ച് അവൻ്റെ മനോബലം വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ സാധനയിലെ പ്രായോഗികമായ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ സത്സംഗം പോലൊരു മാധ്യമമില്ല. സാധന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്നത്, അനുഭവ പരിജ്ഞാനമില്ലാതെ ഉള്ളത് എന്നർത്ഥം. സത്സംഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെയും ജീവിതചക്രത്തെയും നിയോഗത്തെയും കുറിച്ചുള്ള എല്ലാവിധത്തിലുള്ള സംശയങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്. ഒന്നോ അതിലധികമോ ആയ ഗുരുക്കന്മാരിലൂടെ നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും സാധിക്കുന്നു. അഗ്നിഹോത്രി നിയോഗ ആചാര്യന്മാരുടെ സ്ഥാനം ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.